എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഗോപൻ സ്വാമിയുടെ സമാധിയായിരുന്നു ഈ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ മുഴുവനും കിടന്ന് അലയടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന് ഒരു വിടുതലൊക്കെ വന്നിരിക്കുന്ന ആ ഒരു അവസരത്തിലാണ് വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് ഗോപൻ സ്വാമിയെക്കുറിച്ചിട്ടുള്ള കുറേ റിപ്പോർട്ടുകളും കൂടി പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു റിപ്പോർട്ടിലേക്ക് പോകാം. എന്തായാലും നമുക്ക് അവിടെ വീട്ടുകാർ പറയുന്നൊരു വീഡിയോ വന്നിട്ടുണ്ട്, അതാദ്യം കാണാം. സമാധി സമയത്തുള്ള കാര്യങ്ങളാണ് അതൊന്നും മരണകാരണമല്ല. പിന്നെ അടുത്തൊരു മരണകാരണമായിട്ട് നമുക്ക് ചിലപ്പോൾ അനുമാനിക്കാൻ പറ്റുന്നത് എന്തെങ്കിലും അകത്തൊരു എന്തെങ്കിലും പാർട്ടികൾ പോയിട്ടുണ്ടോ എന്നുള്ളത്. അതാണ് ചുമക്ക് കണ്ടെയ്ൻഡ് ഫ്യൂ ബ്ലാക്ക് ഗ്രാനുവൽസ് മിക്സ്ഡ് വിത്ത് സോഫ്റ്റ് അൺഐഡന്റിഫിൾ മെറ്റീരിയൽ ഹാവിംഗ് നോ അൺയൂഷ്വൽ സ്മെൽ. സമാധിയായിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞത്. ആ സമാധി ഈ പോസ്റ്ററിൽ തന്നെയാണ്, അതിൽ യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലാതെ, പുറമേ നിന്നൊരു ഫോഴ്സൊന്നും ഇല്ലാതെ സമാധി ആയിരുന്ന തന്നെയാണ് അദ്ദേഹത്തിന്റെ സമാധിയായിട്ടുള്ള മൃതദേഹം തിരികെ എടുത്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 4 ദിവസമായിരുന്നു പറഞ്ഞത്. ആ കഴിയണം അല്ലെ, അതാണ് പറഞ്ഞത്. ഓൺ റിമൂവ് എങ്ങനെയാണോ ബോഡി ഇരുന്നത് അത് കണ്ടു എന്നാണ് ആ റിപ്പോർട്ട്. തീർച്ചയായിട്ടും എങ്ങനെയാണോ ബോഡി ഇരുന്നത് ഇല്ല 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 അതാണ് നമ്മൾ പറയുന്നത്. അതിനെ വേറെ ഏതെങ്കിലും കമ്പോ മറ്റ് കാര്യങ്ങളോ ഒന്നും വെച്ച് കെട്ടി വയ്ക്കുകയോ അതൊന്നുമില്ല. കുടുംബം എന്താണോ സമാധി എന്ന് പറഞ്ഞത് അത് തന്നെയാണ്. ആയിക്കോട്ടെ. അല്ല, അദ്ദേഹം സമാധിയായിരുന്നു. നടന്നു വരുന്നത് എല്ലാ ദിവസവും നടന്ന് കോവിൽ വരുമായിരുന്നല്ലോ. എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് നിത്യപൂജകൾക്കായിട്ട് അച്ഛൻ ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത്. ആരോഗ്യത്തിന് ഒരു കുറവില്ല. കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം, മരുന്ന് ഇതെല്ലാം കറക്റ്റാ. ആരോഗ്യം നല്ല കിടരോഗിയുടെ ഒരു ശരീര പുഷ്ടിക്കും ഒരു കുറവില്ല. എന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെതായ പ്രായം അനുസരിച്ചുള്ള കാഴ്ചക്കുറവും പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ വെത്താളപ്പെട്ട് നടക്കാൻ പറ്റില്ല. അത്ര വ്യത്യാസമുള്ള, അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്തായ ആഹാരം തന്നെ അവര് കഴിച്ചത്. നന്നായിട്ട് തന്നെ ഇരുന്നത്. സ്മൂത്തായ ആഹാരം ശിവനെ കൈലാസത ഈ സത്യസന്ധത ബാക്കില് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്തായ ആഹാരം തന്നെ അവര് കഴിച്ചത്. സ്മൂത്തായ ആഹാരം ശിവനെ കൈലാസത ഈ സത്യസന്ധത ബാക്കില് ഒരിക്കലും ഇല്ല, ഒരിക്കലും ഒരു കൊതു കടിക്കാനേ ഞങ്ങൾ അനുവദിച്ചില്ല. അത്ര നല്ല രീതിയിലാണ്. ദിവസം കുളിക്കുന്ന ആളാണ്. അത് വല്ലാത്ത അതിശയോക്തിയായിപ്പോയി. കൊതുക് കടിക്കാൻ പോലും അമ്മച്ചി സമ്മതിക്കില്ലെന്നാ പറയുന്നത്. എന്തല്ലേ, ഇദ്ദേഹത്തിന് പ്രായത്തിൻ്റേതായിട്ടുള്ള ചടവുകളോ അസുഖങ്ങളോ ഒന്നും ഇല്ലെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കുറച്ചൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് പുള്ളിക്കാരന് ഫാറ്റി ലിവറോ അതുപോലെയുള്ള ഏതൊക്കെയോ സംഭവങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ ഒരു ചാനലിൽ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ഫാറ്റി ലിവറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു എന്നും ഷുഗർ നല്ല രീതിയിലുള്ളൊരു മനുഷ്യനായിരുന്നു എന്നും അതുകൊണ്ട് കണ്ണിന് കാഴ്ചയ്ക്ക് കുറച്ച് പ്രശ്നം, അതിനൊക്കെ തന്നെ കാലിന് കുറച്ച് ബുദ്ധിമുട്ട്, ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്നിട്ടും പറയുന്നു കൊതുക് കടിക്കാൻ അനുവദിച്ചില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ ഫാറ്റി ലിവർ പോലുള്ള സംഭവങ്ങളുള്ള ഒരു മനുഷ്യന് അസുഖത്തിൻ്റേതായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലായിരുന്നു എന്നാണോ പറഞ്ഞു വരുന്നത്? അത് വിശ്വസിക്കാൻ പറ്റില്ല. അത് കുറേ വിശ്വസിക്കാൻ പാടാണ് കേട്ടോ. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വായ്ക്കുള്ളിൽ നിറയെ ഭസ്മം ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഒരു പക്ഷേ മരണകാരണമായിട്ട് വരുന്നത് ഈ ഭസ്മത്തിൻ്റെ പ്രശ്നമാണോ എന്നും സംശയം പറയുന്നുണ്ട്. ഒരു പക്ഷേ ഇങ്ങനെ അദ്ദേഹം സമാധിയിലിരുന്ന സമയത്ത് ഇവർ പൂശിയ ഭസ്മമായിരിക്കാം വായ്ക്കുള്ളിൽ പോയിട്ടുണ്ടാവുക എന്ന് വെച്ചാൽ അങ്ങനെയും സംഭവിക്കാം. കാരണം സമാധിയിലിരിക്കുമ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട് ഇതുവരെയുള്ള ഭാഗം ഇവർ മറച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഭസ്മം പൂശിയ വഴിക്ക് ഒരു ആൾ മരണപ്പെട്ട് കഴിയുമ്പോൾ വായ ഇങ്ങനെ തുറന്നായിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനെ കെട്ടിവെക്കാതിരിക്കുന്ന
ആ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ഒരു പക്ഷേ ഇവരുടെ അശ്രദ്ധ മൂലം ഭസ്മം ഉള്ളിൽ പോയതാവാനും സാധ്യതയുണ്ട്. ഇനി അതല്ലെങ്കിൽ ഇവർ കല്ലറ അടച്ചു വെക്കുമ്പോൾ ഒരു പക്ഷേ ഇദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ശ്വാസം എടുത്ത സമയത്തും അങ്ങനെ സംഭവിക്കാം. എന്താണെന്ന് നമുക്കറിയില്ല. എന്തു തന്നെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ യാതൊരുവിധ അസ്വാഭാവികതയും ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അപ്പോൾ ഇനി ബാക്കി കേൾക്കാം. അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണ്, മുറിവല്ല. അത് എന്തോ ഈ ഒരിക്കലും ഇല്ല. ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കെല്ലാം തരുന്ന ഉയിര് തരുന്ന ഭഗവാനാണ്. ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞങ്ങളെ ഇതെന്ത് പറച്ചില അമ്മച്ചി പറയുന്നത്? കള്ളം പറയുന്നവരെ മുഴുവനും ഭഗവാൻ കൊല്ലും എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ബാലിശമായിട്ടുള്ള സംസാരമാണ്. നമ്മൾ കുഞ്ഞു മക്കൾക്ക് ചോറ് കൊടുക്കാൻ നേരത്ത് അവർ വായ തുറക്കാതിരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, അയ്യോ വായ തുറക്ക് ഇല്ലെങ്കിൽ കണ്ണൂളം വരും, കണ്ണുകുത്തി പൊട്ടിക്കും എന്നൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചോറ് വായിൽ വെച്ച് കൊടുക്കാൻ നേരത്ത് പറയില്ലേ? അതുപോലെയാണ് പറയുന്നത്. കള്ളം പറയുവാണെങ്കിൽ ഭഗവാൻ എന്നേ നമ്മളെ കൊല്ലുമായിരുന്നു എന്ന്. ഒരു ഭഗവാനും അങ്ങനെ ആരെങ്കിലും കള്ളം പറഞ്ഞു എന്ന് കരുതിയിട്ട് ആരെയും വന്ന് കൊല്ലില്ല. അതാദ്യം മനസ്സിലാക്കൂ. പിന്നെ അതുപോലെ എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ വന്ന് മുഖത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു പാടുണ്ടായിരുന്നു, ഒരു ചതവിൻ്റെ പാടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അത് അമ്മ പറയുന്നുണ്ട്, ഇതിപ്പോഴൊന്നും അല്ല ഈ ഒരു ചതവുണ്ടായിരുന്നത്. പണ്ട് ഇദ്ദേഹം ലോഡിങ്ങിനും സംഭവങ്ങൾക്കും ഒക്കെ പോകുന്ന ഒരാളായിരുന്നു, മരം വെട്ടാനോ അങ്ങനെയൊക്കെ പോകുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തെ ഉണ്ടായിരുന്ന പാടാണ്, അല്ലാതെ പുതിയതായിട്ട് വന്നതൊന്നും അല്ല എന്ന് അമ്മ പറയുന്നുണ്ട്. പക്ഷേ അമ്മയെ മക്കൾ ഇടയ്ക്കൊക്കെ വിലക്കുന്നതും ചില വീഡിയോകളിൽ കാണുന്നുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ ലൈസൻസ് ഇല്ലാതെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. There was no injury to deeper structures including skeleton. ആരാ പറഞ്ഞത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ പറ്റിയിട്ട് അവർ പറയുമ്പോൾ നിങ്ങൾ ഉച്ചത്തിൽ കിടന്നിട്ട് സംസാരിച്ചുകൊണ്ടോ ഭഗവാനെ, ശിവനെ, സർവേശ്വര, മഹാദേവ എന്നൊന്നും വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിപ്പോൾ അദ്ദേഹത്തെ കുറിച്ചിട്ട് ആർക്കും ഒരു കള്ള റിപ്പോർട്ട് തയ്യാറാക്കേണ്ട ആവശ്യവും ഇല്ല. പിന്നെ എന്തിനാണ് എൻ്റെ പൊന്നമ്മച്ചി നിങ്ങളിരുന്ന് ഈ ആവശ്യമില്ലാതെ കിടന്ന് മഹാദേവനെ വിളിക്കുന്നത്? നമ്മളും ഹൈന്ദവർ തന്നെയാണ്. നമ്മളും ഈ പറയുന്ന സനാതന ധർമ്മത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾ തന്നെയാണ്. അത് തുറന്നു പറയുന്നതിന് ഒരു മടിയില്ല എന്ന് കരുതി നിങ്ങളെ കണക്ക് മറ്റു മതസ്ഥരോട് യാതൊരുവിധ പുച്ഛവും ഉള്ള ആളുകളല്ല നമ്മൾ. കൂലിപ്പണിക്കാരാണ്, ക്ഷേത്രമാണ്. നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹിന്ദു ധർമ്മം, സനാതന ധർമ്മം ഈ അമ്മച്ചി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, സനാതനധർമ്മം സനാതനധർമ്മം എന്നിങ്ങനെ എപ്പോഴും ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അമ്മച്ചി. ഒരു കാര്യം ചെയ്യും, ഒരു 10 സനാതനധർമ്മം എന്താണെന്ന് ഒന്ന് ഉറച്ച് ഏതെങ്കിലും ഒരു മീഡിയയിൽ പറയാമോ? മക്കളുടെ കാര്യമല്ല കേട്ടോ, മക്കൾ പറയണ്ട. അമ്മച്ചി സനാതനധർമ്മത്തിലെ 10 കാര്യങ്ങൾ എന്തൊക്കെയാണ്, സനാതനധർമ്മത്തിൽ ഉൾപ്പെടുന്ന 10 കാര്യങ്ങൾ അമ്മച്ചിക്ക് ഏതെങ്കിലും ഒരു മീഡിയയുടെ മുന്നിൽ പറയാൻ പറ്റൂ? ആരും കാണാതെ പറഞ്ഞു പഠിപ്പിക്കണ്ട, അല്ലാതെ പറയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. കാരണം മക്കളുടെ കാര്യമല്ല. കാരണം ഈ അമ്മച്ചി എപ്പോഴും സനാതനധർമ്മത്തിനെ പറ്റി പറയുകയാണ്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് എവിടെയുള്ളവരും തുമ്മുന്നതിനും തുപ്പുന്നതിനും മലമൂത്ര വിസർജ്യം ചെയ്യുന്നതിനും ഒക്കെ സനാതനധർമ്മത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുകയാണ്. എല്ലാവരും സനാതനധർമ്മത്തിനെ, ശരിക്കും ഹൈന്ദവ വിശ്വാസികളല്ലാത്തവർ പോലും, ഹിന്ദുക്കളാണെങ്കിൽ പോലും ഹൈന്ദവ വിശ്വാസികൾ അല്ലാത്ത ഹിന്ദുക്കൾ പോലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് സനാതനധർമ്മത്തെ കയറി പിടിച്ച് തൂങ്ങിക്കിടക്കുന്നതാണ് കാണുന്നത്. എന്തിനു വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ട് മനസ്സിലാവുന്നില്ല എനിക്ക്. ഹോട്ടലിൽ കൊണ്ട് കൊടുത്തും
ഞങ്ങള് ത്യാഗം സഹിച്ച് ആണ്. മതി മതി മതി, മോൻ പറയുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് പോലീസ് തന്നെ പിന്നെ മരം വെട്ടാറിന് ഇവന് എന്തൊരു അറിയില്ല. അങ്ങനെയൊന്നും സംഭവമൊന്നുമില്ല. ഒന്ന് മോളെ സത്യം ശിവന്റെ നടയില് നിങ്ങള് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട്, സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവമല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്തി മാർഗത്തിലുള്ളതാണ് സമാധി. എത്ര വർഷം കൊണ്ട് അച്ഛൻ ഈ സന്യാസ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് മാത്രമേ ഈ സമാധി എന്ന് പറഞ്ഞത് ആകാൻ സാധ്യതയുള്ളൂ. പക്ഷെ അത് എല്ലാവരും കൊണ്ടും സമാധി ആകാനായിട്ട് സാധിക്കുകയില്ല. അത് ധ്യാനത്തിൽ അത് ശരിയാണ്. ഒരിക്കലും എല്ലാവരെ കൊണ്ടും പറ്റുന്ന ഒരു കാര്യമല്ല സമാധി എന്ന് പറയുന്നത്. ഞാൻ ഈ ഗോപൻ സ്വാമിയുടെ മരണമല്ല, സമാധിക്ക് ശേഷം, അതുപോലെ തന്നെ ഗോപൻ സ്വാമിയുടെ സമാധിക്ക് മുന്നേ ആയിട്ടും മറ്റ് പല സമാധികളും കണ്ടിട്ടുണ്ട്. നേരിട്ടല്ല കണ്ടിട്ടുള്ളത്, യൂട്യൂബിൽ വഴി ഒരുപാട് സമാധികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് എന്തിനാണ് കണ്ടതെന്ന് ചോദിച്ചാൽ, ഇത് എന്താണെന്ന് അറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി വെച്ചിട്ട് മാത്രമാണ് കണ്ടത്. അതായത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഒക്കെ സമാധിയായതാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ സമാധി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമാധി ആകുന്നവർക്കെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ സമാധി എത്രത്തോളം സത്യസന്ധമായ സമാധിയാണെന്ന് എനിക്കറിയില്ല എന്ന് കരുതി ഞാൻ ഈ പറയുന്ന വാക്കിനർത്ഥം ഇദ്ദേഹത്തിൻ്റെ മക്കളാരും അടിച്ചു കൊന്ന് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയെന്നൊന്നും അല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും വേണ്ട. അങ്ങനെ വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ സത്യസന്ധമായിട്ടുള്ള ഒരു സമാധിയാണെങ്കിൽ അവർ വിചാരിക്കുന്ന സമയത്ത് അവർക്ക് സമാധിയാവാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് അവർ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തും. അതിനു വേണ്ടിയിട്ട് അവർ ആദ്യം ചെയ്യുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഭക്ഷണങ്ങളൊക്കെ വളരെ കുറച്ച്, ജലം കുറച്ച്, അവരുടെ ശരീരത്തിൻ്റെ വെയിറ്റ് അവർ ആദ്യം കൺട്രോൾ ചെയ്യും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. വെള്ളത്തിൻ്റെ അംശം ശരീരത്തിൽ നിന്നും ഒരുപാട് അവർ കുറയ്ക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ, മാക്സിമം വെള്ളം കുടിക്കാതെയൊക്കെയാണ് അവർ സമാധി ആവുന്നതിന് മുമ്പായിട്ട് അവരുടെ ശരീരത്തെ അതിന് വേണ്ടിയിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. അതിൻ്റെ പിന്നിലെ കാര്യമെന്ന് വെച്ചാൽ, ഇവർ സമാധി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശരീരത്തിൽ നിന്നും ഒരുപാട് മാലിന്യങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ജലാംശത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡും അതുപോലെയൊക്കെയുള്ള വേണ്ടാത്ത സാധനങ്ങൾ, വേണ്ടാത്തതല്ല, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഭസ്മം എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ അതിന് നന്നായിട്ട് പിടിച്ചെടുക്കാനുള്ള, എല്ലാ ഈർപ്പത്തെയും പിടിച്ചെടുക്കാനുള്ള കഴിവുള്ള ഒന്നാണ് ഭസ്മം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പിടിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു ശരീരം അവിടെ വളരെയധികം എന്താണ് പറയുന്നത്, നശിച്ചു പോവാതെ അതുപോലെ തന്നെ അവിടെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ യൂറിൻ പോലുള്ള സാധനങ്ങളൊന്നും വയറ്റിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതായത് വെള്ളം, ജലാംശം കുറയ്ക്കുക, ഭക്ഷണം കുറയ്ക്കുക എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ മരണത്തിന് തുല്യമായ സമാധി അല്ലാതെ തന്നെ പലർക്കും സമാധിയിലേക്ക് ആയിട്ട് തിരിച്ച് പൂർണ്ണ രൂപത്തിലേക്ക്, ശരീരത്തിലേക്ക്, അതായത് സമാധി ഇരിക്കുന്ന അവസ്ഥയിൽ ആ ഒരു ദേഹം വിട്ടു പോയതിന് ശേഷം പിന്നീട് അവരാഗ്രഹിക്കുന്ന സമയത്ത് തിരിച്ച് ദേഹത്തിലേക്ക് വരാൻ കഴിയും. അങ്ങനെ സമാധി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ പല ഇൻ്റർവ്യൂകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ സമാധി നടന്ന സമയത്ത് ഒരുപാട് ഇൻ്റർവ്യൂകൾ നമ്മൾ കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ ജലസമാധിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിതം അടുത്തു, മതിയായി എന്ന് തോന്നുമ്പോൾ അവർ ജലത്തിൽ പോയി അവർ ജലസ്നാനം ചെയ്ത് അവർ സ്വയം ശ്വാസം മുട്ടി മരിക്കുന്ന ഒരു പരിപാടി. അങ്ങനെ പലതരത്തിലുള്ള സമാധികളുണ്ട്. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ സമാധി എത്രത്തോളം വാസ്തവമുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ എൻ്റെ ഒരു കണക്ക് കൂട്ടൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം മരിച്ചുപോയ ആയിരിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ ഉറപ്പ് പറയുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹം കിടന്നു, അദ്ദേഹം താനെ ആരും കൊല്ലാതെ തന്നെ അദ്ദേഹം മരണപ്പെട്ടിരിക്കണം. ആ മരണപ്പെട്ടു പോയ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ഒരു പക്ഷേ ഇവർ അവിടെ സമാധി രൂപത്തിൽ കൊണ്ടിരുത്തിയതും ആവാം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്തേക്കൂ. അതുപോലെ തന്നെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണമെന്ന് പറയാനുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.